ലെറ്റ്സ് മീറ്റ് പ്രോൺ സിംബ. ഇതിന്റെ പേരെങ്ങനെ വന്നേന്നാണോ? അത് ഞാൻ അവസാനം പറയാം. ആദ്യം തന്നെ അമ്മ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന കൊഞ്ചിന്ന് കുറച്ച് കൊഞ്ച് നമുക്ക് മാറ്റിയെടുക്കാം. നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു തേങ്ങ പൊതിച്ചെടുക്കുക. നല്ലപോലെ തിരികെ എടുക്കണം. എന്നെ പോലെ തിരികെ എടുക്കാൻ മടിയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ പൂളാക്കി എടുത്തതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഒന്നാം പാലും രണ്ടാം പാലും ഇവരെ രണ്ടുപേരെയും നമുക്ക് ആവശ്യമുള്ളതാണ് ചേർത്ത് പിടിക്കാം. തക്കാളി, പച്ചമുളക്, കറിവേപ്പില, സവാള എല്ലാം അരിഞ്ഞെടുക്കാം. ചട്ടി ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് തക്കാളി, പച്ചമുളക്, പിന്നെ നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് വെച്ചിരുന്ന കൊഞ്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ച് നല്ല രീതിയിൽ വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ചൂടായ ചട്ടിയിലേക്ക് സവാള, കറിവേപ്പില, പച്ചമുളക്, കുരുമുളക്, ഉപ്പ്, കറി മസാല ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന കൊഞ്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ച് നല്ല രീതിയിലൊന്ന് മഴയില വെച്ച് മൂടി അടച്ച് കുറച്ച് നേരത്തേക്ക് നമുക്ക് വേവിക്കാം. ഒരു തിള വരുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റാം. എന്റെ നല്ല ക്രീമി ടെക്സ്ചർ ആയിപ്പോയി. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. പിന്നെ പ്രോൺ സിംബ എന്ന പേരില്ലേ, അത് ഞാൻ തന്നെ ഇട്ടേ. നമ്മൾ കുക്ക് ചെയ്യുന്ന ഡിഷിന് നമ്മൾ തന്നെ പേരിടുന്നതല്ലേ ശരി.